അങ്ങാടിപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ ഇതാ ഇന്ന് ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കാൻ കേട്ടോ. മാളിക്കുന്നത്തെ ബസ് സ്റ്റോപ്പിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ബൈക്കും കൊണ്ടാണ് മാളിക്കുന്നത്തെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ബൈക്ക് മാളിക്കുന്നത്തെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. മക്കളൊക്കെ ഉള്ളതും കൊണ്ട് തന്നെ ഞങ്ങൾ ബൈക്കിന് പോകണില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് കേട്ടോ ബസ്സിന് പോണത്. മാളിക്കുന്ന് വൈകുന്നേരത്തെ 4:20 ഒരു ബസ് ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണക്ക്. അതിന് പോകാൻ വേണ്ടിയിട്ട് ആ ടൈം നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എവിടെ എത്ര എന്ന് ബസ് വന്നില്ല കേട്ടോ. ഒരു 4:45 വരെയൊക്കെ ഞങ്ങൾ ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എവിടെ എത്ര ആ ബസ് വന്നില്ല കേട്ടോ. അന്ന് ആ ബസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ 5:15 അവിടെ നിന്ന് ഒരു ബസ് ഉണ്ട്. പിന്നെ അതിനാണ് ഞങ്ങൾ പെരിന്തൽമണ്ണക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. ഈ ബസ് കാത്തുക എന്നുള്ളത് തന്നെ ഒരു മടുപ്പുള്ള പരിപാടിയാണ്. ആയിക്കോട്ടെ തന്നെ ബൈപ്പാസിൽ എത്തിയപ്പോ തന്നെ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് കാരണം ഇപ്പൊ അങ്ങാടിപ്പുറത്ത് വീട്ടിൽ തന്നെ വരാൻ തോന്നലില്ല കേട്ടോ. അത്രക്കും ബ്ലോക്കിൽ നിന്ന് അങ്ങോട്ട് ചടക്കുക. അനിയത്തി നാത്തൂനൊക്കെ 2 ദിവസം മുമ്പ് അങ്ങാടിപ്പുറത്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളോട് നിന്ന് നേരത്തെ വരാൻ പറഞ്ഞതാണ്. കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു. കരുതിയ പോലെ ഒന്നും നടന്നില്ല. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു. അനിയത്തിയുടെ ഹസ്ബൻഡ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അപ്പൊ ഓന്റെ കൂടെ പോരാൻ നിന്നപ്പോഴാണ് ഉമ്മ പറഞ്ഞത് നിങ്ങൾ കുറച്ച് നേരത്തെ വരുന്നത്. ഓന് കട അടച്ച് വരുമ്പോ ടൈം ഒരുപാടാവും. അതുകൊണ്ടാണ് നേരത്തെ പോരാന്ന് വിചാരിച്ചത്. എവിടെ എത്ര എല്ലാം പാളി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബസ്സിൽ റിസ്ക് കുടിച്ച് ഇവിടേക്ക് എത്തിയപ്പോ ഞങ്ങളുടെ പിന്നാലെ ഓനും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഓന്റെ കൂടെ തന്നെ പോന്നാ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ട് പിന്നെ ഇരിക്കാനുള്ള ടൈമൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു കേട്ടോ. അതിന്റെ പിന്നാലെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓണത്തിന്റെ ലീവ് ആയത് കൊണ്ട് തന്നെ ഉമ്മാന്റെ ഏട്ടത്തികളും അനിയത്തികളും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. എല്ലാവരും അവിടെ കൂടുമ്പോ തന്നെ ഒരു പ്രത്യേക രസം. ഫുഡൊക്കെ നല്ല ബീഫ് ബിരിയാണി, അതുപോലെ തന്നെ പൊറാട്ടയും ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടിയതും വെറുംചോറും ഉപ്പേരിയും മൈക്കിലെ കറിയും എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് 2-3 ദിവസം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഉമ്മാന്റെ ഏട്ടത്തികളും അനിയത്തികളും എല്ലാവരും പോന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോ ഏകദേശം ഒരു 10:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ഓക്കെ, ബൈ.